നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പോർച്ചുഗീസിൻ്റെ ഒരു ഡെസേർട്ടാണിത്. മൊളോട്ടോവ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെറും 2 ചേരുവകൾ മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൂ. അതെല്ലാവരുടെയും വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് ചൂടോടുകൂടി നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ക്യാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഒരു 1/4 കപ്പിനടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നിങ്ങൾ ക്യാരമൽ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക. അത്യാവശ്യം സമയം എടുത്ത് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് ചെറു തീയിലിട്ടിട്ട് പഞ്ചസാരയെ നന്നായിട്ട് കളർ മാറി വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് ബൗളിനകത്താണോ ഡെസേർട്ട് സെറ്റ് ചെയ്യുന്നത് ആ ബൗളിനകത്തോട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇത് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു സാധാരണ സ്റ്റീലിൻ്റെ ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് മുട്ടയൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് മുട്ടയുടെ വെള്ള മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. മുട്ടയുടെ മഞ്ഞ ഇതിനകത്ത് വേണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു 2 മുട്ട അതിൻ്റെ മുട്ടയുടെ വെള്ള മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഒരു ബൗളിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതൊന്നെങ്കിൽ സ്റ്റീലിൻ്റെ ബൗൾ എടുക്കുക. അതില്ലെങ്കിൽ സെറാമിക്കിൻ്റെയോ ഗ്ലാസിൻ്റെ ബൗൾ എടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് പതപ്പിച്ചെടുക്കാൻ കഴിയുക. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാം, സ്പൂൺ ഉപയോഗിക്കാം, അതുപോലെ വിസ്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇന്ന് ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണ വിസ്ക് വെച്ച് അടിച്ചെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രം ഏതാണെങ്കിലും അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയതിനകത്തോട്ടേക്ക് വേണം മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മുട്ടയുടെ വെള്ള ചേർക്കുമ്പോൾ ഒരിക്കലും മുട്ടയുടെ മഞ്ഞ ഇതുമായിട്ട് മിക്സ് ആകരുത്. അങ്ങനെ മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പതപ്പിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിസ്കോ അതുപോലെ തന്നെ സ്പൂണൊക്കെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറേ സമയം ഇത് ചെയ്തെടുക്കേണ്ടി വരുന്ന മിക്കവരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്ന ആ ഒരു രീതി കൊണ്ടാണ് കുറേ സമയം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഇങ്ങനെ കണ്ടില്ലേ ഇതുപോലെ റൗണ്ടിൽ നിങ്ങൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പതിഞ്ഞ് കിട്ടാൻ ഒത്തിരി സമയം എടുക്കും. പതിഞ്ഞ് കിട്ടില്ല എന്നല്ല, ഒത്തിരി സമയം എടുത്തിട്ട് അതുപോലെ കൈ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഈ വിസ്ക് വെച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന കണ്ടില്ല ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് ഇത് പതഞ്ഞ് കിട്ടും. അതുപോലെ നമ്മുടെ കൈ ഒട്ടും തന്നെ ഫോഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചെടുക്കുന്നതൊന്ന് കാണിച്ചു തരാം. അടിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ കണ്ടില്ലേ നല്ല പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ നോക്കാം. കണ്ടില്ലേ ശരിക്കും കൈ ഒട്ടും തന്നെ ഫോഴ്സ് കൊടുക്കാതെ ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി. നമ്മൾ ബീറ്റർ ഉപയോഗിക്കുന്ന അത്രയും ഫാസ്റ്റായിട്ട് കിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നല്ല എളുപ്പത്തിൽ നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴുള്ള ഇതിൻ്റെ പാകം കണ്ടില്ലേ ഇപ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും 2 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടി അടിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ ഇത്രയും രീതിയിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ വളരെ കുറച്ചൊരു 1/4 കപ്പിനടുത്ത് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് പൊടിച്ചതൊന്നും അല്ല, ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് കുറച്ചായി ചേർത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുറ്റിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നുകൂടി ഒന്ന് പതപ്പിച്ചെടുത്തിട്ട് നമുക്കിനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വിസ്കോ ഫോർക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും കണ്ടില്ലേ ഇത്രയധികം നല്ല കറക്റ്റ്
സോഫ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. ഒരു 3-4 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കാരമൽ സെറ്റ് ചെയ്ത പാത്രത്തിനകത്തോട്ടേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാരമൽ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള പതപ്പിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഈ വിസ്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ചേർത്തിട്ട് വിസ്ക് വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂണൊക്കെ വെച്ചൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിനൊന്ന് കവർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താലും മതി. ഒന്ന് കവർ ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ചട്ടിയുടെ അടിയിൽ വെക്കുന്ന റിങ്ങോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രം ഒന്ന് കമഴ്ത്തി കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ ട്രേ ഇതിനകത്തോട്ടേക്കൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ടൊരു 15 മിനിറ്റാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഒരു 15-20 മിനിറ്റ് എടുക്കും ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ശരിക്കും നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങളൊരു സ്റ്റിക്ക് വെച്ചിട്ട് കൂടി ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇത് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ഒന്ന് ചൂടാറിയതിന് ശേഷം പാത്രത്തിനകത്ത് മാറ്റിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിനകത്തോട്ടേക്ക് കമിഴ്ത്തി കൊടുക്കാം. സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചെറി മാത്രം വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചൂടോട് കൂടി സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർച്ചുഗീസ് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും മുട്ടയും പഞ്ചസാരയും മാത്രം വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ശരിക്കും പതപ്പിച്ചെടുക്കാൻ പോലുള്ള സമയം പോലും നമുക്ക് വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു പീസ് ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. ഇത് വളരെ സോഫ്റ്റായിട്ടാണുള്ളത്, കണ്ടില്ലേ? കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ എസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വാനില എസൻസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി വെച്ചിട്ട് ചെയ്യാം. ഇനി ഫ്ലേവറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും വേണമെങ്കിലും ഒഴിവാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.